ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വിയോഗങ്ങളാണ്. കറൻ്റ്ലി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. PSCക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം. ചെറിയ കോഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വ്യക്തി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ നമുക്ക് അറിയുന്നത് ഉണ്ടാവും അല്ലേ. പുതുപ്പള്ളിയും അവിടുന്ന് ജയിച്ചു വന്നതും എല്ലാം അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഉമ്മൻചാണ്ടി ജനനം 1943 ഒക്ടോബർ 31. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി സ്വദേശമാണ് അദ്ദേഹം. പുതുപ്പള്ളിയിലാണ് ജനിച്ചത്. 1970 സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1970 ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടെ നിന്നാണ്? പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1970 ചാണ്ടി ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എപ്പോഴാണ്? 1970. മണ്ഡലം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1970 മുതൽ 2023 ഭരിക്കുന്നത് വരെ നിയമസഭാംഗമായിരുന്നു. MLA നിയമസഭാംഗമായിരുന്നു. 1996-98 കാലഘട്ടത്തിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായി. എപ്പോഴാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു 1996 മുതൽ 98 വരെ. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ഉമ്മൻചാണ്ടി 2 തവണ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു. എപ്പോഴൊക്കെയാണ്? 2004 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ. നെക്സ്റ്റ്, ആദ്യമായി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് 2004 ഓഗസ്റ്റ് 31. ആദ്യമായിട്ട്, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യമായി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് 2004 അപ്പോൾ 2004 മുതൽ എപ്പോഴാണ്? 2006 വരെ. പ്രതിപക്ഷ നേതാവായത് എപ്പോഴാണ്? ഈ ഗ്യാപ്പിലാണ്, 2006 to 2011. 2004 മുതൽ 2006 വരെ ആദ്യമായി മുഖ്യമന്ത്രിയായി, അതിനുശേഷം പ്രതിപക്ഷ നേതാവായി, പിന്നീട് 2011 മുതൽ 2016 വരെ വീണ്ടും മുഖ്യമന്ത്രിയായി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനത്തിന് അവാർഡ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ മുഖ്യമന്ത്രി. എന്തിനാണ്? ജനസമ്പർക്ക പരിപാടിക്ക്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൊല്ലങ്ങൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 1970 ചാണ്ടി ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടുന്ന്? അത് ഇമ്പോർട്ടൻ്റ് ആണ്, കൊല്ലടക്കം നിങ്ങൾ പഠിക്കുക. 1970 പുതുപ്പള്ളി മണ്ഡലം. പിന്നെന്താണ് പറഞ്ഞത്? 1996-98 കാലഘട്ടത്തിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനായി. എങ്ങനെയാണ്? പബ്ലിക് അക്കൗണ്ട് അല്ലേ, അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായി. എപ്പോഴും 1996 മുതൽ 98 വരെ. ഇപ്പോൾ പബ്ലിക് അക്കൗണ്ടൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു 8ൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഒരു ഭാഗമാണെന്ന് കണക്ട് ചെയ്താൽ നമുക്ക് 1998 വരെ 2 വർഷക്കാരാണ്. അപ്പോൾ 96 കൂടി ഓർമ്മിക്കാലോ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് മേലത്തെ എങ്ങനെയാണ് ചെയ്യുക? ചാണ്ടി ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ, 70. അപ്പോൾ എങ്ങനെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്? 1970 അല്ലേ, അപ്പോൾ 0. അപ്പോൾ ഒന്നുമില്ലാത്ത കാലത്താണ് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്, ഒരു പുതിയ ഒരാളായിട്ട് മാറാൻ. അപ്പോൾ 1970 ഒന്നുമില്ലാത്തൊരു കാലം. 1970 അപ്പോൾ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഒരു പുതിയൊരു തുടക്കം അല്ലേ, പുതുപ്പള്ളി മണ്ഡലമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ഉമ്മൻചാണ്ടിക്ക് 2 തവണ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു. 2 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്. 2004 മുതൽ 2006 വരെ, പിന്നെ 2011 മുതൽ 2016 വരെ. ആദ്യത്തേത് 2004 പ്രതിപക്ഷ നേതാവായത് ആ ഗ്യാപ്പിന് 2006 മുതൽ 2011 വരെ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനത്തിന് അവാർഡ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ്. എപ്പോഴാണ് അവാർഡ് നൽകിയത് അറിയോ? 2013 അവാർഡ് നൽകിയത്. തൊഴിൽ പുനരധിവാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി, വൈദ്യുതി മന്ത്രി തുടങ്ങിയ നിലകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ളത് തൊഴിൽ മന്ത്രിയായിട്ടാണ്. അപ്പോൾ തൊഴിൽ ആദ്യമായിട്ടായതാണ്, അതുകൊണ്ട് തൊഴിൽ മന്ത്രി എന്നുള്ള ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അത് പഠിച്ചു വെക്കുക. 2013 ഏഷ്യ പസഫിക് മേഖലയ്ക്കുള്ള യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ് നൽകി ചാണ്ടിയെ ആദരിച്ചു. ഓക്കെ, 2013 ഏഷ്യ പസഫിക് മേഖലയ്ക്കുള്ള യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് അവാർഡ് നൽകി ചാണ്ടിയെ ആദരിച്ചു. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനത്തിന് അവാർഡ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനം ജനസമ്പർക്ക പരിപാടി അവാർഡ് നൽകി ആദരിച്ച ഏക ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ്. എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്? 2023 ജൂലൈ 18, 79 വയസ്സിൽ. 2023 ജൂലൈ 18. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്ന് നോക്കാം. ആത്മകഥയാണ് കാലം. ഓക്കെ, ആത്മകഥയാണ് എന്താണ്? കാലം സാക്ഷി. ഇത് ഓൾറെഡി ചോദിച്ച കാര്യമാണ്. ആത്മകഥ കാലം സാക്ഷി. ഓക്കെ, ഈ തുറന്നിട്ട വാതിൽ നെക്സ്റ്റ് ഇതാണ് കേട്ടോ, നെക്സ്റ്റ് ബുക്കാണ്. അത് ഒന്നിച്ച് വന്നതാണ് കേട്ടോ. ആത്മകഥ കാലം സാക്ഷി. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങളാണ് തുറന്നിട്ട വാതിൽ, പോരാട്ടത്തിൻ്റെ ദിനങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിൻ്റെ ഗുൽസാരി, മറുപടി കിട്ടാത്ത കത്തുകൾ. ഓക്കെ, അപ്പോൾ ഈ തുറന്നിട്ട വാതിൽ എഴുതിയിട്ടുള്ളത് PT ചാക്കോ ആണ്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതിയ ബുക്കാണ്. PT ചാക്കോ ആണ് എഴുതിയിട്ടുള്ളത്. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഉമ്മൻചാണ്ടിനെ കുറിച്ചുള്ള ബുക്കാണെന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ എഴുതിയത് തുറന്നിട്ട വാതിൽ എഴുതിയത് ഈ തുറന്നിട്ട വാതിലിൻ്റെ പുറത്തൊക്കെ നമ്മൾ ചാക്കൊക്കെ വിരിച്ച് വെക്കൂലേ, ചവിട്ടിയൊക്കെ വിരിക്കൂലേ, അതുപോലെ ചാക്കൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. തുറന്നിട്ട വാതിൽ PT ചാക്കോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. ആത്മകഥ കാലം സാക്ഷിയാണ്. മറ്റു ബുക്കുകൾ പോരാട്ടത്തിൻ്റെ ദിനങ്ങൾ, ചങ്ങലൊരുങ്ങുന്നു, കേരളത്തിൻ്റെ ഗുൽസാരി, മറുപടി കിട്ടാത്ത കത്തുകൾ, തുറന്നിട്ട വാതിൽ ആരാണ്? PT ചാക്കോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മകഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ആദ്യമായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1970 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ, ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുഖ്യമന്ത്രിയായത് 2 പ്രാവശ്യം, 2004-2006, 2011-2016. ആ ഗ്യാപ്പിലാണ് പ്രതിപക്ഷ നേതാവായത്. ആദ്യം തൊഴിൽ മന്ത്രി, പിന്നെ ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബുക്കുകളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇയർ വൈസ് ആക്കിയിട്ട് ഞാനൊന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഓക്കെ, അതെങ്ങനെയാണ് പറയുന്നത്? ആദ്യം താഴെ മുതലാണ്. 1970 നിയമസഭാംഗമായി പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം. നെക്സ്റ്റ് 1977 മുതൽ 78 വരെ തൊഴിൽ വകുപ്പ് മന്ത്രി. ആദ്യമായിട്ട് മന്ത്രിയായത് തൊഴിൽ വകുപ്പാണ് കേട്ടോ കൈകാര്യം ചെയ്തത്. 1977-78 തൊഴിൽ വകുപ്പ് മന്ത്രി അല്ലേ. ഈ തൊഴിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? തൊഴിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു മഴു എടുത്തിട്ട് പോകുന്നത് വിചാരിച്ചാൽ മതി. തൊഴിലല്ലേ, തൊഴിലിന് നമ്മൾ മഴു എടുത്തിട്ട് പോകുന്നതെന്ന് വിചാരിച്ചാൽ മതി. 7 മഴു പോലെയല്ലേ 7 ഉള്ളത്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ദെൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രിയായത് 2004-2006. മുഖ്യമന്ത്രി. അപ്പം 4 അക്ഷരമാണല്ലോ മുഖ്യമന്ത്രി, 4 അക്ഷരം. ആ 4 ഇവിടെ കണക്ട് ചെയ്താൽ മതി. 2004-2006 ആദ്യം 2 വർഷമാണ്. അതിനുശേഷം 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവായി. അത് കഴിഞ്ഞ് വീണ്ടും 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രിയായി. ഓക്കെ, 2020 നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കി. എവിടെ നിന്നാണ്? പുതുപ്പള്ളി MLA എന്നുള്ള ഒരു ഇതിൽ. ഇപ്പോൾ 2020 നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കി. ഓക്കെ, അപ്പോൾ ചെറിയ കാര്യം കൂടിയുണ്ട്. 2023 ഏറ്റവും കൂടുതൽ നാൾ, അതായത് 19,078 ദിവസം, 52 വർഷം. ഓക്കെ, ഒന്നുകൂടെ പറയാം. 2023 ഏറ്റവും കൂടുതൽ നാൾ, അതായത് 19,078 ദിവസം നിയമസഭാ സാമാജികനായിരുന്ന കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ ഉമ്മൻചാണ്ടിയാണ്, രണ്ടാമത്തത് KM മാണിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഈ ആദ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യമായി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് കാർത്തിയായനി അമ്മ നമുക്കറിയാമല്ലേ, അക്ഷരലക്ഷം പരിപാടിയിലൂടെ അല്ലേ അവാർഡൊക്കെ നേടിയ ആളല്ലേ. അപ്പോൾ അവരെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഓക്കെ. കാർത്യായനി അമ്മ ഹരിപ്പാട് ചേപ്പാട് സ്വദേശിയാണ്. തെരുവ് തൂപ്പുകാരിയായും വേലക്കാരിയായും ജോലി ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു സസ്യാഹാരിയാണ് ഈ എന്ത് പറയുന്നത് കാർത്യായനി അമ്മ. 2018 ഓഗസ്റ്റിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 6 ലക്ഷം, അതായത് ദശലക്ഷക്കണക്കിന് കത്ത് എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് എന്ത് വന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ. 2018 ഓഗസ്റ്റിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ അക്ഷരലക്ഷം പരിപാടിയുടെ ഭാഗമായി ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. 96-ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ മികച്ച മാർക്കോടെ വിജയിച്ച ഒരു ഇന്ത്യൻ വനിതയാണ്. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠനം അല്ലെ കാർത്യായനി അമ്മ അല്ലേ, അക്ഷരലക്ഷം പദ്ധതി, ലേണിംഗ് പഠനവുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ 2019 വലിയ കാര്യമാണ് അതല്ലേ, വലിയ കാര്യമാണ്. ഇത്രയും വയസ്സായൊരു സ്ത്രീ കോമൺവെൽത്ത് ഓഫ് ലേണിങ്ങിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് 9 വലിയൊരു കാര്യം, 9 കണക്ട് ചെയ്യുക. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ത്രീയുടെ പരമോന്നത, ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപഹാരമാണ് നാരീശക്തി പുരസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സ്ത്രീയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരീശക്തി പുരസ്കാരം 2019 രാംനാഥ് കോവിന്ദ് നമ്മുടെ പ്രസിഡന്റ് നൽകി. 74ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൻ്റെ ടാബ്ലോ ഷോയിൽ കാർത്യായനി അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ, ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ഫസ്റ്റ് അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫോട്ടോ ആയിട്ട്. അപ്പോൾ ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. കാർത്യായനി അമ്മ ഹരിപ്പാട് ചേപ്പാട് സ്വദേശി. തെരുവ് തൂപ്പുകാരിയായും വേലക്കാരിയായും ജോലി ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു സസ്യാഹാരിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. നെക്സ്റ്റ് 2018 ഓഗസ്റ്റിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ അക്ഷരലക്ഷം പരിപാടിയുടെ ഭാഗമായി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, 96-ാം വയസ്സിൽ സാക്ഷരതാ പരീക്ഷയിൽ മികച്ച മാർക്കോടെ വിജയിച്ച ഒരേ ഒരു ഇന്ത്യൻ വനിത. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി. സ്ത്രീയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരീശക്തി പുരസ്കാരം 2019 രാംനാഥ് കോവിന്ദ് നൽകി. 74ാമത് റിപ്പബ്ലിക്കൻ ദിനത്തിൽ കേരളത്തിൻ്റെ ടാബ്ലോ ഷോയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അല്ലേ, മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പി വത്സല എന്താ പറയുക, PSCയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. എപ്പോഴും ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എഴുതി എത്രയോ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. നെല്ല് അല്ലേ. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പി വത്സല. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴാണ് കിട്ടിയത്? നിങ്ങളൊന്ന് നോക്കിയിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ പി വത്സല, പാറക്കുളത്തിൽ വത്സല, അതാണ് പി വത്സലയുടെ ഫുൾ ഫോം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വ്യക്തികളുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പറക്കുളത്തിൽ വത്സല. ജനനം 1939 ഓഗസ്റ്റ് 28. നോവലിസ്റ്റും ചെറുകഥാകൃത്തും സാമൂഹിക പ്രവർത്തക അങ്ങനെയൊക്കെ ആയിരുന്നു പി വത്സല. വ്യത്യസ്തമായ രചനാശൈലി. 25-ലധികം ചെറുകഥാ സമാഹാരങ്ങളും 17 നോവലുകളും എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ചെയർപേഴ്സൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സാഹിത്യ അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 85-ാം വയസ്സിലാണ് മരണം. 2023 നവംബർ 21. അപ്പോൾ പുരസ്കാരങ്ങൾ നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2021 വാത്സല്യം വാത്സല്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2021 5ാമത്തെ വനിത അല്ലേ, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച 5ാമത്തെ വനിതയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിഴലുറങ്ങുന്ന വഴികൾ. നെക്സ്റ്റ് മുട്ടത്ത് വർക്കി അവാർഡ്, CV കുഞ്ഞിരാമൻ സ്മാരക സാഹിത്യ അവാർഡ്, ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. കുങ്കുമം അവാർഡ് നെല്ല്. കുങ്കുമം അവാർഡ് എന്തിനാകട്ടെ, നെല്ലിന്. അപ്പോൾ ഈ അവാർഡുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അത് എപ്പോഴാണ് കിട്ടിയത്? അച്ഛന് വാത്സല്യത്തോടെ അല്ലേ.
അപ്പോൾ 1 വത്സല. ഓക്കെ, 2021 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെ ആലോചിക്കാം? പി വത്സല 2021. ഓക്കെ അല്ലേ? അപ്പോൾ വല 1 എന്ന് ആലോചിച്ചുകൂടെ നമുക്ക്? വത്സല അല്ലേ? വത്സല, വല, വല, ഒരു വല, അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ്? എഴുത്തച്ഛന് അല്ലേ ഒരു വല എന്നുള്ള രീതിയിൽ. വത്സലയ്ക്ക് എപ്പോഴാണ് കിട്ടിയതെന്ന് ആലോചിച്ചാൽ വല ഒറ്റൊരു വലയാണല്ലോ, 1 അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം 2021. 5ാമത്തെ വനിതയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിഴലുറങ്ങുന്ന വഴികൾ. മുട്ടത്ത് വർക്കി അവാർഡ് CV കുഞ്ഞിരാമൻ സ്മാരക സാഹിത്യ അവാർഡ്, കുങ്കുമം അവാർഡ്, നെല്ലൊക്കെ നമ്മൾ നെല്ല് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുങ്കുമൊക്കെ ഇട്ടിട്ടാണ് പോവാന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. കുങ്കുമം അവാർഡ്, നെല്ല്. ഓക്കെ, ഇനി പ്രധാന കൃതികളാണ് പറയുന്നത്. ആരുടെ? പി വത്സലയുടെ പ്രധാന കൃതികൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദിക്കും. ഓക്കെ, നോവൽ. ഫസ്റ്റ് നോവൽ തകർച്ചയാണ്. അപ്പോൾ ഫസ്റ്റ് നോവലാണ് തകർച്ച. നെല്ലല്ല ഫസ്റ്റ് നോവൽ തകർച്ച 1969 കേട്ടോ. അപ്പോൾ നെല്ല് 2ാമത്തതാണ്. വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങളുടെ ജീവിതമാണ് അതിൽ പറയുന്നത്. വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങളുടെ ജീവിതം. ഓക്കെ, നെക്സ്റ്റ് മൈഥിലിയുടെ മകൾ, പേമ്പി, ആദിജലം, നെല്ലോടി പറഞ്ഞാണ്. കൂമൻ കൊല്ലി ഇമ്പോർട്ടൻ്റ് ആണ്. കൂമൻ കൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ ഞാൻ പറഞ്ഞതാണ്. നിഴലുറങ്ങുന്ന വഴികൾ. വത്സലയുടെ തിരഞ്ഞെടുത്ത കഥകൾ, പോക്കുവെയിൽ പൊൻവെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്കുവെയിൽ പൊൻവെയിൽ, എരണ്ടകൾ. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചൂട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിൻ്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, വത്സലയുടെ സ്ത്രീകൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നോവൽ തകർച്ച 1969. സെക്കൻഡ് നെല്ലിലൂടെയാണ് പി വത്സല ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തകർച്ച ഉള്ളത് അത്ര ആർക്കും അങ്ങനെ അറിയുന്നൊരു ഇതല്ല. ഫസ്റ്റ് നോവൽ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫേമസ് ആക്കിയത് നെല്ലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മൈഥിലിയുടെ മകൾ, പേമ്പി, ആദിജലം, നെല്ല്, കൂമൻ കൊല്ലി, വിലാപം, നിഴലുറങ്ങുന്ന വഴികൾ, വത്സലയുടെ തിരഞ്ഞെടുത്ത കഥകൾ, പോക്കുവെയിൽ പൊൻവെയിൽ, എരണ്ടകൾ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, മരച്ചോട്ടിലെ വേൽച്ചീളുകൾ, മലയാളത്തിൻ്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, വത്സലയുടെ സ്ത്രീകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ എന്തായാലും 3 ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. പഠിച്ചിട്ട് മാത്രം പോവുക, ജസ്റ്റ് കേട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളും അവരുടെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. താങ്ക് യു.